നമീബിയക്കെതിരെയായ മത്സരത്തിൽ ബാറ്റിംഗിൽ തിളങ്ങിയ ഇഷാൻ കിഷാൻ പാകിസ്ഥാനെതിരെയായ കളിയിലും ഓപ്പണറായി തുടരുമെന്നതിൽ സംശയമില്ല. അതേസമയം നമീബിയക്കെതിരെയായ മത്സരത്തിൽ 2 ഓവറിൽ 3 സിക്സും 1 4ഉം പറത്തി കളമൊഴിഞ്ഞ സഞ്ജു സാംസണോ അതോ അസുഖബാധിതനായിരുന്ന അഭിഷേക് ശർമ്മ സുഖം പ്രാപിച്ചു വരികയാണെങ്കിൽ അദ്ദേഹമോ ആരാണ് പാകിസ്ഥാനെതിരെ കളിയിൽ സ്ഥാനമുറപ്പിക്കുക എന്നതിൽ ഇതുവരെ വ്യക്തമല്ല. അഭിഷേക് 1-2 മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നേരത്തെ വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ ടീമിലെ ഓഫ് സ്പിന്നറായ ഉസ്മാൻ താരിഖിന്റെ പന്തിനെ നേരിടാൻ വലങ്കയൻ ബാറ്ററായ സഞ്ജുവിനാകും കൂടുതൽ കഴിയുക. പരുക്കിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്ന തിലക് വർമ്മ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അമേരിക്കക്കെതിരെയായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവിലും ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ നമീബിയക്കെതിരെ നിരാശപ്പെടുത്തിയിരുന്നു. ബാറ്റിംഗിലും ബോളിംഗിലും പാകിസ്ഥാനെതിരെ ഹർദിക് പാണ്ഡ്യ തിളങ്ങിയേക്കാം. മധ്യനിരയിൽ ശിവം ദുബെയുടെ പെർഫോമൻസ് ഇന്ത്യക്ക് കരുത്താകും. അടുത്തിടെ ഒട്ടും ഫോമില്ലെങ്കിലും അക്സർ പട്ടേൽ പാകിസ്ഥാനെതിരെ ഫോമിലെത്തുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. റിങ്കു സിംഗിന് പകരം നാളെ ഇന്ത്യ വാഷിംഗ്ടൺ സുന്ദറിനും അവസരം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിൻപിച്ചിലെ ബൗളിംഗിൽ തിളങ്ങുന്ന വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയുടെ മറ്റൊരു പ്രതീക്ഷ. അർഷ്ദീപോ കുൽദീപോ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കായി ടീമിലുണ്ടാകും. ജസ്പ്രീത് ബുംറയുടെ യോർക്കറുകളും സ്ലോ ബോളുകളും ഇന്ത്യക്ക് നിർണായക വിജയം നേടിത്തരും എന്നാണ് ടീം പ്രതീക്ഷിക്കുന്നത്.